ആരാണ് ഡേർട്ടി ഡയാന? മൈക്കൽ ജാക്സന്റെ ബില്ലി ജീനും സ്മൂത്ത് ക്രിമിനലിലെ ആനിയും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് ഡേർട്ടി ഡയാന എന്നതിനെ കുറിച്ചിട്ടാണ്. സോ ഡേർട്ടി ഡയാന പാട്ടിലേക്ക് വരികയാണെങ്കിൽ മ്യൂസീഷ്യൻസിനെ ലൂർ ചെയ്ത് സെക്ഷൽ എൻകൗണ്ടേഴ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സെഡക്റ്റീവ് വുമണായിട്ടാണ് ഡയാന ഇവർ പറയുന്നത്. ഡയാന സിംബലൈസ് ചെയ്യുന്നത് ടെംപ്റ്റേഷൻ, ഫെയിമിന്റെ ഡാർക്കർ സൈഡ്, അതേപോലെ ആർട്ടിസ്റ്റുകൾ നേരിടേണ്ടി വരുന്ന പ്രഷറുകൾ, അതിനെയൊക്കെയാണ്. സോ നമ്മൾ ബില്ലീജിന്റെ കാര്യം പറഞ്ഞതുപോലെ ഡയാന ഒരൊറ്റ പേഴ്സൺ അല്ല, ഒരുപാട് പേരുടെ ഒരു സിംബലൈസേഷൻ അല്ലെങ്കിൽ ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് പറയാം. അപ്പോൾ മൈക്കൽ ജാക്സന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ഡയാന റോസ്. ഇവരാണ് ഈ ഡേർട്ടി ഡയാന എന്നൊക്കെ പറഞ്ഞ അന്ന് കുറേ റൂമർ ഉണ്ടായിരുന്നെങ്കിലും അവർ തന്നെ പറയുകയുണ്ടായി ഇത് അവരല്ല എന്ന്. അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് ഒന്നും ഇല്ലെങ്കിലും ആളുകളിലൂടെ സ്പ്രെഡ് ആവുന്ന, വായ്മൊഴിയായിട്ട് സ്പ്രെഡ് ആവുന്ന ട്രോളുകൾ ഉണ്ടല്ലോ, അത്തരത്തിലൊന്നായിരുന്നു ഡയാന പ്രിൻസസിനെ ഡേർട്ടി ഡയാനായിട്ട് പറയുന്നത്. സോ ആ ഒരു സമയത്ത് മൈക്കൽ ജാക്സന്റെ ഒരു ലൈവ് ടൂർ കാണാൻ വേണ്ടി ഡയാന പ്രിൻസസ് വന്നു. അന്ന് ഡയാന മൈക്കലിനോട് ചോദിക്കുകയും ചെയ്തു ഡേർട്ടി ഡയാന പ്ലേ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം മൈക്കിൾ പറഞ്ഞ് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് അത് ഈ ഒരു സ്റ്റേജിൽ പ്ലേ ചെയ്തിരുന്നത്. അപ്പോഴാണ് പ്രിൻസസ് പറയുന്നത് അവരുടെ ഫേവറേറ്റ് സോങ്. ഇത് കേട്ട മൈക്കിളും ഞെട്ടി. പക്ഷെ വേറെ വഴിയില്ല, ഷോ തുടങ്ങാൻ സമയമായി. സോ ഇനിയിപ്പോൾ സോങ് എടുത്ത് തിരിച്ചിടാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഡേർട്ടി ഡയാന സോങ്ങിന് പിന്നിലുള്ളത്. ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി പേജ് ഫോളോ ചെയ്യുക.